നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഭഗവത്ഗീതയാകുന്നു. ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ കർമ്മയോഗമെന്ന 3-ാമത്തെ അധ്യായത്തിലെ 25-ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. സക്താ കർമ്മണ്യവിദ്വാംസഃ യഥാ കുർവന്തി ഭാരത കുര്യാദ്വിദ്വാംസ്തഥാ സക്തഃ ചികീർഷുർലോകസംഗ്രഹം. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. സക്താഹ കർമ്മണി അവിദ്വാംസഃ യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാൻ തഥാ അസക്തഃ ചികീർഷുഹു ലോകസംഗ്രഹം. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. കെ ഭാരത അവിദ്വാംസഃ കർമ്മണി സക്താഹ യഥാ കുർവന്തി തഥാ വിദ്വാൻ അസക്തഃ ലോകസംഗ്രഹം ചികീർഷുഹു കുര്യാത്. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അല്ലയോ അർജുന, അജ്ഞാനികൾ എപ്രകാരമാണോ തങ്ങളുടെ കർമ്മത്തിൽ ആസക്തരായി വർത്തിക്കുന്നത്, അപ്രകാരം തന്നെ വിദ്വാൻ ആസക്തി കൂടാതെ അനാസക്തനായി ലോക നന്മക്കായി തൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. നമസ്തേ.